അപ്പോൾ ഇന്നലെ നമ്മൾ ഈ പാഠത്തിൽ അതിൻ്റെ അറബി ഭാഗങ്ങളെല്ലാം നമ്മൾ വായിച്ചു. പാഠത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഇനി നമുക്കൊന്നുകൂടി ക്ലിയർ ആവുന്നതിന് വേണ്ടി അതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് പോവാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു? മഫ്ഊൽ മുത്ലഖ് എന്ന സംഭവം അല്ലേ വരും. അതെന്താണ്, എന്തിനാണത് വരുന്നത്? ഒന്നുകിൽ ലിബയാനി നൗഇൽ ഫീൽ അല്ലേ, ഒരു പ്രവൃത്തിയുടെ ഇനം വിശദീകരിക്കാൻ, അല്ലെങ്കിൽ ആ പ്രവൃത്തിയൊന്ന് ഊന്നിപ്പറയാൻ അല്ലേ, ഊന്നിപ്പറയാൻ, അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം വിശദീകരിക്കാൻ. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മഫ്ഊൽ മുത്ലഖ് പറയാറുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് പോയി നോക്കാം. അപ്പോൾ ആദ്യത്തെ ഉദാഹരണങ്ങൾ വരുന്നത് നമുക്ക് നുലാഹിദുൽ അംസിലത്ത അലിൽ മഫ്ഊൽ മുത്ലഖ്, മഫ്ഊൽ മുത്ലഖിൻ്റെ ഉദാഹരണങ്ങൾ നമുക്കൊന്ന് നിരീക്ഷിച്ച് നോക്കാം. എന്തൊക്കെയാണ് ഉദാഹരണങ്ങൾ? ഒന്നാമത്തത് ഖാഫത്തി തിഫ്ലത്തു മിനൽ ഹയ്യത്തി ഖൗഫൻ. ഖാഫത്തി തിഫ്ലത്തു മിനൽ ഹയ്യത്തി ഖൗഫൻ. നമുക്കിവിടെ ഖാഫത്തി എന്ന് പറഞ്ഞാൽ പേടിച്ചു നോട്ടെ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഖാഫത്തി തിഫ്ലത്തു പെൺകുട്ടി പാമ്പിനെ കണ്ട് പേടിച്ചു. ഖാഫത്തി തിഫ്ലത്തു പെൺകുട്ടി പേടിച്ചു, മിനൽ ഹയ്യത്തി പാമ്പിനാൽ, അതായത് പാമ്പിനെ കണ്ട് പേടിച്ചു, ഖൗഫൻ ഒരു പേടി. അപ്പൊ ഖാഫത്തി എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഖാഫത്തി എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഖൗഫൻ എന്ന് പറയുന്നത് അതാണ് ഇവിടെ എന്ത് മഫ്ഊൽ മുത്ലഖ് കേട്ടോ. മഫ്ഊൽ മുത്ലഖ് ആയിട്ടുള്ളത് എന്താണ്? ഈ ഖൗഫൻ എന്നുള്ളതാണ് കേട്ടോ, ഖൗഫൻ. പിന്നെ ഇനി അടുത്ത ഉദാഹരണം നോക്കുക. നളറ റജുലു അദുവഹു നളറത്തൽ ഖലബി. എന്താ അതിൻ്റെ അർത്ഥം? പുരുഷൻ തൻ്റെ ശത്രുവിനെ ദേഷ്യത്തിൻ്റെ നോട്ടം നോക്കി. അപ്പം നളറ റജുലു പുരുഷൻ നോക്കി, അദുവഹു നളറത്തൽ ഖലബി. ഇവിടെ നളറ എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്, പിന്നെയും നളറത്ത് എന്ന് പറഞ്ഞില്ലേ, നളറത്ത് അല്ലേ. അതാണ് എന്താ, അതാണ് മഫ്ഊൽ മുത്ലഖ് കേട്ടോ. നളറ റജുലു അദുവഹു നളറത്തൽ ഖലബി, ദേഷ്യത്തിൻ്റെ നോട്ടം. പിന്നെ ഫറസാരിഖു, ഫറസാരിഖു ഫിറാറൽ മൗത്തി, കള്ളൻ മരണയോട്ടം ഓടി. ഫറസാരിഖു ഫിറാറൽ മൗത്തി, അതായത് ആദ്യം ഫറ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഫറ, പിന്നെ ഫിറാറൽ മൗത്ത് അല്ലേ. ഇതാണ് ഇവിടെ നമ്മുടെ മഫ്ഊൽ മുത്ലഖ് ആയിട്ടുള്ളത് കേട്ടോ, ഫിറാറൽ മൗത്ത്. പിന്നെ അടുത്തതുള്ളത് ഫാസ ഫരീഖും ഫിൽ മുബാറാത്തി ഫൗസൽ ഫറഹി. ഫാസ ഫരീഖും ഫിൽ മുബാറാത്തി ഫൗസൽ ഫറഹി. മത്സരത്തിൽ ഒരു സംഘം ആഹ്ലാദ വിജയം വിജയിച്ചു. ഫാസ എന്ന് പറഞ്ഞാൽ വിജയിച്ചു എന്നാണ്. അതിനെ വീണ്ടും പറയുകയാണെന്ത്? ഫാസൽ ഫൗസൽ ഫറഹി അല്ലേ. ഫൗസ, ഈ ഫൗസ എന്നുള്ളതാണ് ഇവിടെ മഫ്ഊൽ മുത്ലഖ് ആയിട്ടുള്ളത് കേട്ടോ. അടുത്തത് യഅ്കുലുൽ ഖിറുദുൽ മൗസ അക്ലത്തൻ. യഅ്കുലുൽ ഖിറുദു, യഅ്കുലു എന്ന് ആദ്യം പറഞ്ഞത് എന്താണ്? കുഴങ്ങൻ പഴം ഒരു തീറ്റ തിന്നു. അപ്പോൾ യഅ്കുലു എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്, തിന്നു എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്, പിന്നെ അക്കിലത്തൻ ഒരു തീറ്റ എന്നുകൂടി പറയുകയാണ് അല്ലേ. അപ്പോൾ ഈ അക്കിലത്തൻ എന്നുള്ളതാണ് ഇവിടെ എന്ത് മഫ്ഊൽ മുത്ലഖ്. അപ്പോൾ ഖാഫത്തി തിഫ്ലത്തു മിനൽ ഹയ്യത്തി ഖൗഫൻ എന്ന് പറഞ്ഞാൽ ആ പേടിച്ചു എന്നതിനെ ഊന്നി പറയാൻ വേണ്ടിയാണ് വീണ്ടും എന്ത് ചെയ്യണത്, ഈ ഖൗഫൻ എന്ന് പറയണത് അല്ലേ, ഊന്നി പറയാൻ വേണ്ടിയാണ് പറയണത് കേട്ടോ. നളറ റജുലു അദുവഹു നളറത്തുൽ ഖലബ് എന്നുള്ളത് എന്താണ്? അതിൻ്റെ ഒരു ഇനം അല്ലേ, ഏത് രൂപത്തിലുള്ള നോട്ടാണ് നോക്കുന്നത് അതിൻ്റെ ഇനം പറയാണ്. ഫറസാരിഖു ഫിറാറൽ മൗത്ത്, അവിടെയും ആ ഓട്ടത്തിൻ്റെ ഇനം പറയാണ് അല്ലേ. ഫാസ ഫരീഖും ഫിൽ മുബാറാത്തി ഫൗസൽ, അവിടെയൊക്കെ ഇനം പറയാനുണ്ട്. ഇനം, ഏത് ഇനം ഓട്ടമാണ്, ഏത് ഇനം വിജയമാണ്. ഇവിടെ ഒന്ന് ഊന്നി പറയാൻ വേണ്ടിയാണ് ഇവിടെ പറഞ്ഞതില്ലേ. അപ്പോൾ ഒന്ന് ഊന്നി പറയാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഇനം പറയാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ എണ്ണം പറയാൻ വേണ്ടിയായിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഈ രൂപത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് എന്താ പറയുക, മഫ്ഊൽ മുത്ലഖിൻ്റെ രൂപത്തിൽ നമ്മൾ പറയാം അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ പാഠത്തിലുള്ള ഒന്നാമത്തെ ഉദാഹരണങ്ങൾ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക, ഈ മഫ്ഊലുകൾ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അടുത്തതുള്ളത് എന്താണ്? അടുത്ത ഒരു ഭാഗം നുകമ്മിലു ബിൽ മഫ്ഊൽ മുത്ലഖ്. നമ്മൾ താഴെ കൊടുത്ത കാര്യങ്ങൾ മഫ്ഊൽ മുത്ലഖ് എഴുതി പൂരിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ഹറബൽ ജയ്ഷു, ഹറബൽ ജയ്ഷു മിനൽ മഅരിക്കത്തി എന്ന് പറഞ്ഞാൽ യുദ്ധക്കളത്തിൽ നിന്നും സൈന്യം ഓടി എന്നുള്ളതാണ്. അപ്പോൾ ഇനി അവിടെ മഫ്ഊൽ മുത്ലഖ് രൂപത്തിൽ വരണം, യുദ്ധക്കളത്തിൽ നിന്നും സൈന്യം ഒരു ഓട്ടം ഓടി എന്ന് പറയണല്ലേ, അല്ലെങ്കിൽ മരണത്തിൻ്റെ ഓട്ടം. യുദ്ധക്കളത്തിൽ നിന്നൊക്കെ മരണ ഓട്ടമാണ് ഓടുക അല്ലേ. അപ്പോൾ മരണ ഓട്ടം എന്നുള്ളത് എന്താണെന്ന് പറയാം. അപ്പോൾ ഹറബ എന്നുള്ളത് തന്നെയാണ് നമുക്ക് ശക്തിപ്പെടുത്തി പറയാൻ ഹറബൽ മൗത്ത് അല്ലേ. അപ്പം ഹറബൽ ജയ്ഷു മിനൽ മാരിക്കത്തി ഹറബൽ മൗത്തി,
യുദ്ധക്കളത്തിൽ നിന്നും സൈന്യം മരണ ഓട്ടം ഓടി. രണ്ടാമത്തെ ഉദാഹരണം ഖതല സഅലബു അദ്ദീക. ഖതല സഅലബു കൂരൻ അല്ലെങ്കിൽ കുറുക്കൻ എന്നൊക്കെ പറയാം. കുറുക്കൻ എന്ത് ചെയ്തു? കൊന്നു. അദ്ദീക കോഴിയെ. ഖത്ലൻ ഒരു കൊല നടത്തി. കുറുക്കൻ കോഴിയെ ഒരു കൊല്ലൽ കൊന്നു. പിന്നെ യദ്ഹബു റജുലു. യദ്ഹബു അർ-റജുലു അദ്ദജാജത. പുരുഷൻ കോഴിയെ അറുത്തു. ലെ ദബ്ഹൻ ഒരു അറുക്കൽ. പുരുഷൻ കോഴിയെ ഒരു അറുക്കൽ അറുത്തു. അടുത്തത് യഖ്റഉ ത്വാലിബു അൽ ജരീദത മർറതൈനി. വിദ്യാർത്ഥി പത്രം 2 തവണ വായിച്ചു. അപ്പോൾ ഇവിടെ മഫൂൽ മുത്തലഖായിട്ടുള്ളതൊക്കെയാണ് ഹറബ, പിന്നെ ഖത്ലൻ, ദബ്ഹൻ, മർറതൈനി. ലെ ഇവിടെ എണ്ണം വിശദീകരിക്കുകയാണ്. ഇവിടെ ഊന്നിപ്പറയാണ്. ഇവിടെയും ഊന്നിപ്പറയാണ്. ഇവിടെ എന്താണ്? ഓട്ടത്തിൻ്റെ ഇനം പറയാണല്ലേ, ഏത് ഇനം ഓട്ടമാണ്. ഇവിടെ കൊന്നു എന്നുള്ളതിനെ ഊന്നിപ്പറയുന്നു. ഇവിടെ കൊന്നു എന്ന് പറഞ്ഞ് വീണ്ടും കൊന്നു എന്ന് പറയുന്നത് എന്താണ്? ഊന്നിപ്പറയലാണ് അല്ലേ. പിന്നെ യദ്ഹബുർ റജുലു അദ്ദജാജത ദബ്ഹൻ, അതും ഊന്നിപ്പറയാണല്ലേ. അപ്പോൾ ആ രൂപത്തിലൊക്കെയാണ് എന്ത് വരിക? മഫൂൽ മുത്ലഖ് വരിക എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് പരീക്ഷയ്ക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഈ ഉദാഹരണങ്ങളിൽ വന്ന കാര്യങ്ങൾ മാത്രമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. അത് പൂരിപ്പിക്കാനും അത് വിട്ട ഭാഗം എഴുതി കൊടുക്കാനുള്ള രൂപത്തിലൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ നമ്മൾ ഈ ഉദാഹരണങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അടുത്ത ഒരു തദ്രീബാത്തിൻ്റെ ഭാഗത്ത് അടുത്തതായിട്ടുള്ളത് എന്താണ്? നുമയ്യിസുൽ മഫാഇല വ നക്തുബുഹ ഫിൽ ഫറാഇ കമാ ഫിൽ മിസാൽ. ഉദാഹരണത്തിലുള്ളതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? അവിടേക്കുള്ള മഫൂലുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അവിടെ എഴുതി കൊടുക്കണം. ഈ ഒരു ചോദ്യം വളരെ ശ്രദ്ധിക്കേണ്ട സംഭവമാണ്. കാരണം ഈ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്നാമത്തെ ഉദാഹരണം നോക്കുക. ഒന്നാമത്തെ ഉദാഹരണം എന്താണ്? ഖാതല എന്താണ്? ഫതഹൽ ഖാദിമു അൽ ബവ്വാബത്ത. ഫതഹൽ ഖാദിമു വേലക്കാരൻ തുറന്നു. അൽ ബവ്വാബത്ത എന്ന ഗേറ്റ്. വേലക്കാരൻ ഗേറ്റ് തുറന്നു. അപ്പം ഇതിലേതാണ് മഫ്ഊല്? ആ മഫ്ഊല് ഏത് ഇനം മഫ്ഊലാന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ എഴുതി കൊടുത്തത് കണ്ടില്ലേ? എന്താണ് മഫ്ഊല്? ഇവിടെ ബവ്വാബത്ത എന്നുള്ളതാണ് മഫ്ഊല്. അത് എന്ത് മഫ്ഊലാണ് ഇവിടെ കൊടുക്കുന്നത്? അൽ മഫ്ഊൽ ബിഹി. മഫ്ഊൽ ബിഹി ആണെന്നുള്ളത്. അപ്പോൾ ബവ്വാബത്ത എന്ന് കണ്ട് എഴുതി മഫ്ഊൽ ഏതാണെന്നുള്ളത് നമ്മൾ ഇങ്ങോട്ട് എഴുതി കൊടുക്കുകയും വേണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ എഴുതി കൊടുക്കണം. എന്നിട്ട് അത് ഏത് ഇനം മഫ്ഊലാണെന്ന് എഴുതും വേണം. ആ രൂപത്തിൽ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതണം. ഏതാണ് മഫ്ഊൽ എന്നുള്ളതും ഏത് ഇനം മഫ്ഊല എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യണം? എഴുതി കൊടുക്കണം. അതാണ് ഈ ചോദ്യത്തിൻ്റെ ഉദ്ദേശം. അത് നമുക്ക് എന്ത് കിട്ടണം? നമ്മൾ ഇതുവരെ പഠിച്ച മഫ്ഊലുകളൊക്കെ നമുക്ക് ശരിക്കും അറിയണം. അത് ഓർമ്മയുണ്ടോ? നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം. ഒന്നാമത്തെ ഒരു ഇതിൽ നമ്മൾ ആദ്യത്തെ പാഠത്തിലല്ല, ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള പാഠങ്ങളിൽ നമ്മൾ പറയുന്നത് ആദ്യം ഒരു മഫ്ഊൽ ഫീഹി എന്നുള്ള സംഭവം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ് മഫ്ഊൽ ഫീഹി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത്? പ്രവൃത്തി നടക്കുന്ന സമയത്തെയോ അല്ലെങ്കിൽ സ്ഥലത്തെയോ സൂചിപ്പിക്കുന്ന അല്ലേ കാര്യങ്ങൾ. അടുത്ത് അല്ലെങ്കിൽ താഴെ, മുകളിൽ എന്നുള്ള രൂപത്തിലൊക്കെ അല്ലേ, അല്ലെങ്കിൽ ഇന്ന സമയത്തിൽ അല്ലെങ്കിൽ ഇന്ന ദിവസത്തിൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നതിനാണ് എന്ത് പറയുക? മഫ്ഊൽ ഫീഹി എന്ന് പറയുക അല്ലേ. അത് നമ്മൾ കറക്റ്റ് നമുക്ക് ഓർമ്മ ഉണ്ടാവും കേട്ടോ. പിന്നെ മഫ്ഊൽ ലഹു എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. എന്താണ്? മുമ്പുള്ളതായ ക്രിയേൻ്റെ സംഭവിക്കുന്ന കാരണം വ്യക്തമാക്കല്ലേ. തൊട്ട് മുമ്പ് നടന്ന ആ ക്രിയ, ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ടാവും. ആ പ്രവൃത്തിയുടെ കാരണം, എന്തു കാരണത്താലാണ് നടന്നത് എന്നുള്ളതാണ് എന്ത്? ഈ മഫ്ഊൽ ലഹു വിശദീകരിക്കല്ലേ. ഈ 2 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ പറഞ്ഞതാണ്. പിന്നെ ഒന്നാമത്തെ പാഠത്തിൽ മഫ്ഊൽ ബിഹി എന്നുള്ളതിനെ ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണുള്ളത് അവിടെ ശരിക്കും പറഞ്ഞിട്ടില്ല എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കാനുള്ളത് എന്താ വെച്ചാൽ, നമുക്ക് ഒരു സാധനം, ഒരു പ്രവർത്തി നടക്കുമ്പോൾ ആര് അല്ലെങ്കിൽ എന്തിനെ, ആരെ എന്തിനെ എന്നൊക്കെ ചോദ്യം ഉണ്ടാവും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് വരുന്നതാണ് മഫ്ഊൽ ബിഹി എന്ന് മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ കുടിച്ചു, ഒരു സാധനം കുടിച്ചു എന്നുള്ളതാണെങ്കിൽ കുടിച്ചു. അപ്പം ഇവിടെ ഒരു സൽമാൻ എന്നെന്തെങ്കിലും കൊടുക്കുക. സൽമാൻ കുടിച്ചു. എന്തിനെ കുടിച്ചത് അല്ലേ? എന്തിനാണ് കുടിച്ചത്? അല്ലെങ്കിൽ സൽമാൻ അടിച്ചു. എന്തിനാണ് അടിച്ചത്? അല്ലെങ്കിൽ ആരെയാണ് അടിച്ചത്? എന്തിനാണ് അടിച്ചത്? എന്തിനാണ് കുടിച്ചത്? ഈ രൂപത്തിലൊക്കെ ഒരു കാര്യം പറയുമ്പോൾ അങ്ങനത്തെ ഒരു ചോദ്യത്തിന് ഉത്തരം ഉണ്ടെങ്കിൽ അതിനാണ് എന്താ പറയുക? മഫ്ഊൽ ബിഹി എന്ന് പറയാം കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ഉദാഹരണങ്ങളൊന്ന് വായിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് അതിലുള്ളത്? സാറത്തിൽ സയ്യാറത്തു സൈറൽ അറബത്തി.
സാറത്തി സയ്യാറത്തു കാറ് ഓടി എന്ത് സൈറത്തൽ അറബത്തി എന്ന ശക്തമായ ഓട്ടം ഓടി, കാറ് ശക്തമായ ഓട്ടം ഓടി. അപ്പോൾ ഇവിടെ സൈറ എന്നുള്ളതാണ് എന്ത് ഇവിടെ മഫ്ഊൽ മുത്തലക്കായിട്ടുള്ളത്. സൈറ ശക്തമായ ഓട്ടം ഓടി അല്ലേ. ശക്തമായ ഓട്ടം ഓടി എന്നുള്ളത് എന്താണ്? ഒരു ഓട്ടത്തിൻ്റെ ഇനം വിശദീകരിക്കല്ലേ. ഓട്ടത്തിൻ്റെ ഇനം വിശദീകരിക്കുന്നതിന് എന്താണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്? മഫ്ഊൽ മുത്തലക്ക് എന്നാണ് പറയുക അല്ലേ. അപ്പോൾ സൈറ എന്നതിന് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് എഴുതി കൊടുക്കുക. അതുപോലെ ഇവിടെ എന്ത് ചെയ്യുക, മഫ്ഊൽ മുത്തലക്ക് എന്നും എഴുതി കൊടുക്കുക കേട്ടോ. മഫ്ഊൽ ഇവിടെ ഉണ്ട്, മുത്തലക്ക് എന്ന് എഴുതി കൊടുക്കുക. അപ്പം അങ്ങനെയാണ്. അങ്ങനെ നമുക്ക് അടുത്ത് നോക്കുന്നാൽ ഖാമന്നാസു മിനൽ മജ്ലിസി ഇജ്ലാലൻ ലിൽ ഖാളി. ഖാമന്നാസു ജനങ്ങൾ എഴുന്നേറ്റു, മിനൽ മജ്ലിസി സദസ്സിൽ നിന്ന്, ഇജ്ലാലൻ ലിൽ ഖാളി ഖാളിയെ ബഹുമാനിക്കാൻ സദസ്സിൽ നിന്ന് ജനങ്ങൾ എഴുന്നേറ്റു. അപ്പോൾ ഖാളിയെ ബഹുമാനിക്കാൻ വേണ്ടിയാണ് സദസ്സിൽ നിന്ന് ജനങ്ങൾ എഴുന്നേറ്റത്. അപ്പോൾ എന്താണ് സദസ്സിൽ ജനങ്ങൾ എഴുന്നേറ്റത്? എന്ത് കാരണത്താലാണ്? ഖാളിയെ ബഹുമാനിക്കാനാണ്. അപ്പോൾ കാരണം വിശദീകരിക്കുന്നതാണ് അല്ലേ. കാരണം വിശദീകരിക്കണമെങ്കിൽ നമ്മൾ എന്താ പഠിച്ചിരുന്നത്? അപ്പോൾ ഇവിടെ എന്താണ് മഫ്ഊൽ? ഏതാണ്? ഇജ്ലാലൻ എന്നുള്ളതാണ് കേട്ടോ, ആദരിക്കാൻ വേണ്ടി എന്നുള്ളതാണ് ഇവിടെ മഫ്ഊൽ. അതപ്പോൾ ഇജ്ലാലൻ എന്നുള്ള നമ്മൾ ഇവിടെ എഴുതി കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? എന്താണ് ആ മഫ്ഊൽ? പറയൂ, എന്താണ് മഫ്ഊൽ? കാരണം വിശദീകരിക്കണം മഫ്ഊൽ എന്താണെന്ന് പറയാം? മഫ്ഊൽ ലഹു എന്ന് പറയൂലേ. മഫ്ഊൽ ലഹു എന്നാണ് പറയുക. അപ്പോൾ അത് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളാണ് മനസ്സിലാക്കി വെക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ ഈ രൂപത്തിലുള്ള ചോദ്യം നമുക്ക് പരീക്ഷയ്ക്കൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അടുത്തത് റഅയ്തുൽ ഫുലൂസ ഇന്ദൽ ഗനിയി. റഅയ്തു ഞാൻ കണ്ടു, അൽ ഫുലൂസ പണം കണ്ടു, ഇന്ദൽ ഗനിയി പണക്കാരൻ്റെ അടുത്ത്, ധനികൻ്റെ അടുക്കൽ ഞാൻ പണം കണ്ടു. അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? ഇന്ദ എന്നുള്ളത് അടുക്കൽ അല്ലേ. അടുക്കൽ എന്നുള്ള കാര്യങ്ങൾക്ക് എന്താണ് നമ്മൾ പറയാ? അടുക്കൽ എന്നുള്ളത് മഫ്ഊലാണ് അല്ലേ. അതാണ് ഇവിടുത്തെ മഫ്ഊൽ. അപ്പോൾ അടുക്കൽ അല്ലെങ്കിൽ അടുത്ത്, താഴെ, ചുവടെ എന്നുള്ളതിനൊക്കെ എന്താണ് നമ്മൾ പറഞ്ഞിരുന്നത്? അതാണ്. അപ്പോൾ ഇന്ദ എന്നുള്ളതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ എഴുതി കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അത് ഏത് മഫ്ഊലാണ്? മഫ്ഊൽ ഫീഹി ആണ് അല്ലേ. ഫീഹി ആണ് ഇന്ദ അല്ലെ. സ്ഥലം അല്ലെങ്കിൽ സമയത്തിനെയൊക്കെ സൂചിപ്പിക്കുന്ന ആ കാര്യത്തിന് എന്താ പറയുക? മഫ്ഊൽ ഫീഹി എന്ന് പറയും അല്ലേ. ഇനി അടുത്ത ഉദാഹരണം, യൻസുറുൽ ഗനിയു അൽ ഫഖീറ ഹുബ്ബൻ ലില്ലാഹ്. യൻസുറുൽ ഗനിയു ധനികൻ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. അൽ ഫഖീറ ആരെ? ദരിദ്രനായ ആളെ സഹായിക്കുന്നു. ഹുബ്ബൻ ലില്ലാഹ് അള്ളാഹുവിൻ്റെ ഇഷ്ടം മുൻനിർത്തി ധനികൻ ദരിദ്രനെ സഹായിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം മുൻനിർത്തി ധനികൻ ദരിദ്രനെ സഹായിച്ചു. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഹുബ്ബൻ എന്നുള്ളതാണ് ഇവിടെ മഫ്ഊൽ. എന്താണ്? എന്ത് മഫ്ഊലാണത്? മഫ്ഊൽ ഹുബ്ബൻ. അപ്പോൾ സഹായിക്കാനുള്ള കാരണം എന്താ? ആ ഫക്കീറിനെ ധനികനായ ആൾ സഹായിക്കാൻ കാരണം എന്താ? ഹുബ്ബൻ, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കാരണം. അപ്പം ഹുബ്ബൻ എന്നുള്ളതാണ് ഇവിടെ മഫ്ഊലായിട്ട് വരുന്നത്. പിന്നെ എന്താണ് മഫ്ഊൽ? അപ്പം കാരണം വിശദീകരിക്കുന്ന മഫ്ഊലിന് എന്താണ് പറയാ? ഇപ്പൊ ഹുബ്ബൻ എന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കുക. എന്നിട്ട് എന്താണ് മഫ്ഊൽ? എന്താണ്? പറഞ്ഞു നോക്കൂ. മഫ്ഊൽ ലഹു കേട്ടോ. മഫ്ഊൽ ലഹു ആണ് കേട്ടോ. പിന്നെ അടുത്തത് യജ്ലിസുൽ ഖിത്തു തഹ്തൽ ഉസ്കുമത്തി. യജ്ലിസുൽ ഖിത്തു പൂച്ച ഇരിക്കുന്നു. തഹ്തൽ ഉസ്കുമത്തി പൂച്ച മുക്കാലി സ്റ്റൂളിന് അടിയിലിരിക്കുന്നു. മുക്കാലി സ്റ്റൂളിൻ്റെ അടിയിൽ ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്തുണ്ട്? അടിയിൽ എന്നുള്ളൊരു വാക്കുണ്ട് അല്ലേ. തഹ്ത. ഇത് അടിയിൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചതാണ്. എന്താണ്? മഫ്ഊൽ ഫീഹി ആണ് അല്ലേ. അപ്പം തഹ്ത എന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? മഫ്ഊൽ ഫീഹി എന്നുള്ളതും കൂടി നമ്മൾ എന്ത് ചെയ്യുക? എഴുതി കൊടുക്കുക കേട്ടോ. മഫ്ഊൽ ഫീഹി ആണ്. ഇതൊക്കെ എഴുതുന്ന സമയത്ത് നല്ല വൃത്തിയിൽ എഴുതണം കേട്ടോ. എല്ലാവർക്കും വായിച്ചാൽ കിട്ടുന്ന രൂപത്തിലാണ് എഴുതേണ്ടത്. പരീക്ഷയ്ക്കും അങ്ങനെ തന്നെ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് അവകാശപ്പെട്ട മാർക്ക് ലഭിക്കുകയുള്ളൂ. ഉസ്താദുമാർക്ക് തിരിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ? ഇത് എഴുതുന്നത് ഉസ്താദുമാർക്ക് പേപ്പർ നോക്കുന്ന ഉസ്താദുമാർക്ക് മനസ്സിലാവണം. അപ്പം പാദവാർഷിക പരീക്ഷയ്ക്കും അർദ്ധവാർഷിക പരീക്ഷയ്ക്കൊക്കെ നമ്മൾ മദ്രസയിലെ ഉസ്താദുമാർ തന്നെ ആയിരിക്കും നോക്കുക. വാർഷിക പരീക്ഷയ്ക്ക് നമ്മൾ അറിയാത്ത ഉസ്താദുമാരാണ് നോക്കുക. അപ്പോൾ അവർ നോക്കുമ്പം അത് നമുക്ക് മാർക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ നല്ല രൂപത്തിൽ എഴുതണം കേട്ടോ. ഇനി അടുത്ത ഉദാഹരണം നോക്കുക. ആഷൽ ആലിമു ഐഷത്തൽ മസാക്കീൻ. ആഷൽ ആലിമു പണ്ഡിതൻ ജീവിക്കുന്നു. ഐഷത്തൽ മസാക്കീൻ
പണ്ഡിതൻ ദരിദ്ര ജീവിതം ജീവിച്ചു. ദരിദ്ര ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ആ ഒരു ജീവിതത്തിൻ്റെ രൂപം അല്ലെ, ഏത് രൂപത്തിലുള്ള ജീവിതം അല്ലെ ഏത് ഇനം ജീവിതമാണ് അദ്ദേഹം ജീവിക്കുന്നത് എന്ന് എന്ത് ചെയ്യാണ് പറയാണ് അല്ലേ. അപ്പം ഇനം വിശദീകരിക്കുന്ന ഇതിനെന്താണ് പറയുക നമ്മൾ, മഫൂല് ലാസ്റ്റ് പറഞ്ഞത് ഈ പാഠത്തിൽ പറഞ്ഞത് മുത്തലക്ക് എന്നാണ് പറയുക അല്ലേ, മുത്തലക്ക് എന്ന് പറയും അല്ലേ. അപ്പോൾ അതെന്താണ് ഇവിടെ ഏതാണ് മഫൂല്, ഈശത്ത എന്നുള്ള കാര്യമാണ് മഫൂല്. അത് നമ്മൾ എന്ത് എഴുതി കൊടുക്കണം, ഈശത്ത എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗത്തേക്ക് എഴുതി കൊടുക്കണം. എന്നിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് എന്ത് ചെയ്യണം, മഫൂൽ മുത്തലക്കാണ് എന്നുള്ളത് നമ്മൾ എഴുതി കൊടുക്കണം കേട്ടോ, മുത്തലക്ക്. അപ്പം ഈ രൂപത്തിലാണ് ഈ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്തതിൻ്റെ അർത്ഥം, നിങ്ങൾ ഓരോന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു വർക്ക്, ഈ അവസാനം പറഞ്ഞ ഈ വർക്ക് ഉണ്ടല്ലോ, ഏത് വർക്ക്, ഈ ഒരു വർക്ക് നിങ്ങൾക്ക് കറക്റ്റ് സ്വന്തമായിട്ട് ചിന്തിച്ച് എഴുതാൻ കഴിയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ലിസാനിലെ 1, 2, 3, 4 പാഠങ്ങൾ നിങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ഇതിൽ 1ാമത്തെ പാഠത്തു നിന്നുള്ള കാര്യങ്ങളുണ്ട്, 2ാമത്തെ പാഠത്തു നിന്നുള്ള കാര്യങ്ങളുണ്ട്, 3ാമത്തെ പാഠത്തു നിന്നുള്ള കാര്യങ്ങളുണ്ട്, 4ാമത്തെ പാഠത്തു നിന്നുള്ള കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇതിൽ വന്നതുകൊണ്ട് ഈ ഒരു വർക്ക് നിങ്ങൾ കറക്റ്റായിട്ട് സംശയമില്ലാത്ത രൂപത്തിൽ നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് 1, 2, 3, 4 പാഠങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലായി എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ നല്ല രൂപത്തിൽ ഈ കാര്യം മനസ്സിലാക്കി വെക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ ഉണ്ടായിരുന്നത്. നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളെല്ലാ പാഠത്തു നിന്നും കൂടിയുള്ള കാര്യങ്ങളാണ്. ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതെന്താണ്, നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ മാത്രമല്ല, പല സ്ഥലത്തും മഫൂൽ ഫിഹി ഏതാണ്, മഫൂൽ ലഹു ഏതാണ്, മഫൂൽ ബിഹി ഏതാണെന്നുള്ള രൂപത്തിലൊക്കെ ചോദ്യങ്ങൾ വരും. കുറേ ലിസ്റ്റ് എന്നിട്ട് അതിൽ ഏതാണ് മഫൂൽ ബിഹി എന്നുള്ള രൂപത്തിലൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ശരിക്കും മനസ്സിലാക്കി വെക്കണം കേട്ടോ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഉള്ളത് മഫൂൽ, നമുക്ക് ഈ പാഠത്തിൽ പഠിച്ചത് എന്താണ്, നമ്മൾ മഫൂൽ മുത്തലക്കിനെ കുറിച്ചാണ് പഠിച്ചത്. അതിനുശേഷം താഴെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ തന്നിട്ടുണ്ട്. മുബാറാത്ത് പറഞ്ഞ മത്സരം, മഅറക്ക് എന്ന് പറഞ്ഞാൽ യുദ്ധക്കളം, താഴെബ് എന്ന് പറഞ്ഞാൽ കൂരൻ, അറബത്ത് പറഞ്ഞാൽ ശക്തമായി ഒഴുകുന്ന പുഴക്കാണ് അറബത്ത് എന്ന് പറയാം. നമ്മളിതിൽ കാറിനെ കുറിച്ചാണ് പറഞ്ഞത്. കാറ് പുഴ ഒഴുകുന്നത് പോലെ കാർ ഒഴുകിപ്പോയി, അത്രയും സ്പീഡിൽ പോയി ശക്തമായ ഓട്ടം ഓടി എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഉസ്കുമത്ത് എന്ന് പറഞ്ഞാൽ ഉസ്കുംലത്ത് എന്ന് പറഞ്ഞാൽ മുക്കാലി സ്റ്റൂൾ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിലുണ്ടായിരുന്നത്. എല്ലാവർക്കും കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക ഇൻഷാ അല്ലാഹ്.